friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു വാനില ഫ്ലേവർ ഉള്ള ഒരു ടീ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സാൻഡ്വിച്ച് മേക്കറിൽ റെഡിയാക്കി എടുക്കുന്ന നല്ല കുഞ്ഞു കേക്ക്. അത് നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് ടീന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കേക്ക് വളരെ ചെറുതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ലൊരു ലൈറ്റ് കളറായി വരുന്നത് വരെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തതും ഉപയോഗിക്കാം. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ടെക്സ്ചറിലാണ് ബാറ്റർ വേണ്ടത്. പിന്നെ ഒരു സാൻഡ്വിച്ച് മേക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ബട്ടറും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, ഓഫാക്കിയിട്ട് തന്നെയാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ സ്റ്റിക്കോ വെച്ച് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നമുക്ക് ഈ സാൻഡ്വിച്ച് മേക്കർ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. അടിഭാഗം ഇങ്ങനെ ഒരു കളറാണ്. ഇനി ജസ്റ്റ് മുകൾ ഭാഗം ചെറിയൊരു ബ്രൗൺ കളർ വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയൊന്നും ആക്കണം എന്നില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് വെന്ത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയല്ലേ. ഇനി മക്കൾക്കൊക്കെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ കേക്ക്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇനി ബാക്കിയുള്ള മാവ് കൂടി ബാറ്റർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ കൊണ്ട് എനിക്ക് 10 ചെറിയ ചെറിയ കേക്കാണ് കിട്ടിയിട്ടുള്ളത്.
ഇനി ഈ കേക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം. എന്താ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില കേക്ക് തന്നെയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഇനി കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.